നമുക്കറിയാം ഇക്കഴിഞ്ഞ ആഴ്ചയിലാണ് വഖഫ് അമെൻമെന്റ് ബില്ല് പാർലമെന്റിൽ ചെറിയ വോട്ടിന് വലിയ പ്രതിപക്ഷത്തിന്റെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ വളരെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിലും ബിൽ പാസാക്കിയെടുത്തത്. എന്നാൽ സംഘപരിവാര ശക്തികൾക്ക് മുസ്ലിമീങ്ങളുടെ ഭൂസ്വത്തുകൾ ഇവിടെ റെയിൽവേ കഴിഞ്ഞു കഴിഞ്ഞാൽ വഖഫിനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ ഉള്ളതെന്നും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ആളുകളെയും പ്രകോപിപ്പിച്ചുകൊണ്ടും നമ്മുടെ സ്വത്തുക്കളൊക്കെ മുസ്ലിമീങ്ങൾ ഇത്തരത്തിൽ വഖഫ് ബോർഡും വഖഫിന്റെ പേര് പറഞ്ഞുകൊണ്ട് തട്ടിയെടുക്കുന്നു എന്നൊക്കെ കള്ളപ്രചരണം നടത്തുകയും ചെയ്തുകൊണ്ട് പാർലമെന്റിൽ ഈ ബില്ല് പാസാക്കിയെടുക്കുകയായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ശക്തമായ പ്രതിഷേധമുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിലായി ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഭരണം നിലവിൽ വന്നതിന് ശേഷം നമുക്കറിയാം ബാബരി മസ്ജിദ് തർക്കവും മറ്റുമൊക്കെ പരിഹരിക്കപ്പെടുകയും അവിടെയൊക്കെ പിടിച്ചെടുത്ത സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുകയും അങ്ങനെ ഈ പള്ളിയിൽ ഒതുങ്ങാതെ മറ്റ് മധുരയും അതുപോലെ തന്നെ മറ്റ് ചില മസ്ജിദുകളിലേക്കും സംഘപരിവാരത്തിന്റെ കണ്ണുകൾ നീണ്ടു പോകുന്നതിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ യാതൊരുവിധ കോടതിയെയും മറ്റും വിലവെക്കാതെ ജില്ലാ കലക്ടറുടെ ഒരൊറ്റ ഉത്തരവിന്മേൽ, സർക്കാർ നിയമിക്കുന്ന കലക്ടറുടെ ഉത്തരവിന്മേൽ പള്ളികൾ പിടിച്ചെടുക്കാമെന്ന രീതിയിലേക്ക് നിയമം പാസാക്കിയെടുത്തത്. ഇതിൽ സംഘപരിവാര ശക്തികൾ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപദ്രവങ്ങളും അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുവാനുള്ള, മുസ്ലിമീങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുവാനുള്ള ശക്തമായ ഒരു നിയമാവലിയാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇവിടെ ഹിന്ദുക്കൾക്കോ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഇല്ല. എന്നാൽ സംഘപരിവാര ശക്തികളുടെ അവരുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവുമെങ്കിൽ ഈ സംഘപരിവാര ശക്തികളോട് ഇതിന് കൂട്ടുനിന്നു ഒരു ക്രിസ്ത്യാനികളിലെ ഒരു വിഭാഗം എന്നതാണ് നമ്മെ ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. ക്രിസ്ത്യാനികൾ ഈയടുത്തായി കേരളത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുകയും മുസ്ലിമീങ്ങളോട് ഈ കത്തോലിക്ക സഭയിലെ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ ആളുകൾ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുകയും മുസ്ലിമീങ്ങളോട് ഇവിടെ ഒരു വിടവുണ്ടാക്കുകയും ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും എക്കാലത്തും വളരെ സൗഹൃദത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെ ഇല്ലാതാക്കുവാൻ വേണ്ടി മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഇക്കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ ലവ് ജിഹാദ് ഉണ്ടെന്നും അതുപോലെ തന്നെ അങ്ങനെയുണ്ടെന്നും ഇങ്ങനെയുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ ഇല്ലാത്ത കുറ്റം പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ വെറുക്കുന്ന രീതിയിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചരണം നടത്തുന്ന ചില മെത്രാന്മാരെയും ഫാദർമാരെയും നമ്മൾ രംഗപ്രവേശനം ചെയ്യുന്നത് നമ്മൾ കണ്ടു. PC ജോർജിനെ പോലെയും അതുപോലെ തന്നെ മറുനാടൻ മലയാളിയെ ഷാജൻ സക്കരിയെ പോലെയുമുള്ള ആളുകളെ ചാനലുകളിലും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്നതായി നമ്മൾ കണ്ടു. എന്തിനാണ് ഇത്തരത്തിൽ മുസ്ലിം വിരോധം കുത്തിവെക്കുന്നത് എന്ന് നമുക്കറിയില്ല. മുസ്ലിമീങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളോട് യാതൊരുവിധ വൈരാഗ്യവും മറ്റും വെച്ചു പുലർത്തുന്നവരോ അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്നവരോ അല്ല എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന വിഷയമാണ്. എന്നാൽ ഈ വഖഫ് അമെൻമെന്റ് ബില്ല് കേന്ദ്രത്തിൽ പാസാക്കി എടുക്കുന്നതിന് വേണ്ടി ഈ BJP നടത്തിവരുന്ന ചില കള്ളപ്രചരണങ്ങളിൽ വീണുപോയ ക്രിസ്ത്യാനികൾ മുനമ്പത്തും മറ്റും നമുക്ക് ഈ ബില്ല് പാസാക്കി എടുത്തു കഴിഞ്ഞാൽ ഉപകാരമുണ്ടാകുമെന്നും മറ്റും പ്രതീക്ഷിച്ച ഈ കത്തോലിക്ക സഭയിലെ ആളുകളായിരിക്കാം CPIM-ലെയും കോൺഗ്രസിലെയും കേരളത്തിലെ MP-മാരോട് ഈ വഖഫ് അമെൻമെന്റ് ബില്ല് പാസാക്കിയെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മെ ഞെട്ടിപ്പിക്കുന്ന വിവരം. അതായത് ഇവിടുത്തെ ഒരു വലിയ സമുദായമായ, കേരളത്തിലെ ഒരു വലിയ സമുദായമായ മുസ്ലിമീങ്ങളെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തം വരുന്ന മുസ്ലിമീങ്ങളെ, ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങളുടെ സ്വത്തുക്കൾ ഭൂരിപക്ഷം പിടിച്ചെടുക്കുന്ന ഈ അമെൻമെന്റ് ബില്ല് പാസാക്കിയെടുക്കുവാൻ മുസ്ലിങ്ങളെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞു നിൽക്കുന്ന ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾ RSS ചിന്താഗതിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഇവിടുത്തെ MP-മാരോടും മറ്റും ഒക്കെ ഈ നിയമം പാസാക്കിയെടുക്കുവാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അവരുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അവർ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ മുസ്ലിമീങ്ങളോട് വിരോധമുണ്ടാവുകയും മുസ്ലിമീങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന നിയമങ്ങളെ സംഘപരിവാര ശക്തികളോട് കൂടെ ചേർന്നുകൊണ്ട് അനുകൂലിക്കുകയും ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് സംഘപരിവാര ശക്തികൾ ആക്രമിക്കാൻ പോകുന്നത് ക്രിസ്ത്യാനികളെയാണെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. ഇത് ഞാൻ പറയുന്നതല്ല. ക്രിസ്ത്യാനികൾ മുസ്ലിമീങ്ങൾക്കെതിരെ ഇപ്പോൾ വിദ്വേഷം പടർത്തുന്നു എന്ന് പറഞ്ഞു വരുന്നത് നമ്മുടെ ഫാദർ പോൾ തേലക്കാട്ടാണ്. നമുക്ക് ഫാദർ പറയുന്നു എന്ന് കേൾക്കാം. വെറുതെ ഒരു രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ആവശ്യമില്ലാത്ത വർഗീയത ഉണ്ടാക്കുന്നത് തികച്ചും ശരിയായില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മാത്രമല്ല
ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മുസ്ലിങ്ങളായിട്ട് മുസ്ലിം വിരോധം ഈ ക്രൈസ്തവ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മെത്രാന്മാർ ലവ് ജിഹാദുണ്ട് എന്നൊക്കെ പറയുക, പിന്തുണ കൊടുക്കുന്ന പ്രതീതിയാണ് ഉണ്ടായത്. ലവ് ജിഹാദിനെക്കുറിച്ച് കാസ ശക്തമായ ആൻറ്റി മുസ്ലിം വികാരത്തിൻ്റെ ഒരു സംഘടനയാണത്. ആ സംഘടന പറയുന്നത് തന്നെ മെത്രാന്മാരും പറയുക. PC ജോർജ് പറയുന്നത് മെത്രാന്മാർ പറയണോ? PC ജോർജിന് ലക്ഷ്യങ്ങളുണ്ടാകാം. ഇവിടെ നമ്മൾ ഇത് ഇങ്ങനെ ഇല്ല എന്ന് സംഘടിതമായ ഒരു പദ്ധതി, ഒരു ആസൂത്രിത പദ്ധതി മുസ്ലിങ്ങളുടെ ഇടയിൽ ഇല്ല എന്ന് NIA പോലുള്ള ഗവൺമെൻറ് ഒരു ഏജൻസിയും കണ്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ കോമൺ സെൻസിന് വിരുദ്ധമായി ഒരു കാര്യം പറയുമ്പോൾ അത് വർഗീയതയാകാണ്, വർഗീയമായ ചേരിതിരിവാകാണ്. അത് പാടില്ല. സഭയുടെ ഭാഗത്തു നിന്ന് വർഗീയത ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിൽ പരസ്പരം വെറുക്കുന്ന ഒരു സമൂഹമായി മാറുന്നത് തികച്ചും അപകടകരമാണ്. അതായത് PC ജോർജിന്റെ നിലവാരത്തിലേക്ക് ഇവിടുത്തെ മെത്രാന്മാർ താഴ്ന്നു പോകാൻ പാടില്ലെന്നാണ് ഫാദർ പോൾ ഇപ്പോൾ അവർക്ക് ഉപദേശം കൊടുക്കുന്നത്. PC ജോർജിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായേക്കാം. ഓന്തിനേക്കാൾ സ്പീഡിൽ കളർ മാറുന്ന PC ജോർജിന്റെ നിലവാരത്തിലേക്ക് ക്രിസ്ത്യാനികളിലെ മെത്രാന്മാർ ഇപ്പോൾ മാറിപ്പോകുന്നത് അപകടാവസ്ഥ വലിച്ചിടും എന്ന് തന്നെയാണ് ഫാദർ പോൾ ഇവർക്ക് ഉപദേശം കൊടുക്കുന്നത്. നമുക്കറിയാം, ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ഇവിടെ എക്കാലത്തും വളരെ സൗഹൃദത്തിൽ കഴിഞ്ഞു പോകുന്ന അന്തരീക്ഷം തകർക്കുവാൻ വേണ്ടി ക്രിസ്ത്യാനികളിലെ ചില മെത്രാന്മാർ ഇത്തരത്തിൽ രംഗപ്രവേശനം നടത്തിക്കൊണ്ട് മുസ്ലിം വിരോധം കുത്തിവെക്കാൻ ഇറങ്ങിയാൽ വളരെ അപകടമായിരിക്കുമെന്ന് അവർ തിരിച്ചറിയണമെന്നും ഫാദർ പോൾ ഇവരോട് ഉണർത്തുന്നു. അതായത് നമുക്കറിയാം, ഇത്തരത്തിൽ ഈ വഖഫ് അമെൻമെന്റ് ബില്ലിന് RSS സംഘപരിവാര ശക്തികളോട് കൂടെ ചേർന്നുകൊണ്ട് ഇതിനെ പാസ്സാക്കിയെടുക്കാൻ വേണ്ടി ഈ കത്തോലിക്ക സഭ തുനഞ്ഞിറങ്ങി ഈ ബില്ല് പാസ്സായി ഇറങ്ങിയതിന് പിറ്റേ ദിവസം തന്നെ ഓർഗനൈസറിൽ വന്ന ലേഖനം അവരെ പോലും ഞെട്ടിച്ചു എന്നുള്ളതാണ്. അതായത് വഖഫ് ഇവിടെ കൈക്കലാക്കി കഴിഞ്ഞു, അതിലിനി വേണ്ടത് ചെയ്യാം എന്നായപ്പോൾ ഇനിയുള്ളത് ഇവിടെ വഖഫ് ഭൂമിയേക്കാൾ കൂടുതൽ സ്വത്തുക്കൾ ഇവിടെയുള്ളത് കത്തോലിക്ക സഭക്കാണ് എന്ന് RSSന്റെ ഓർഗനൈസർ തന്നെ ലേഖനം എഴുതി എന്നുള്ളതാണ്. RSSന്റെ പത്രം എഴുതിയേണ്ടില്ലേ? ഏറ്റവും കൂടുതൽ സമ്പത്ത് വഖഫിനല്ല കത്തോലിക്ക സഭയ്ക്ക്. മനസ്സിലാക്കണം, രാഷ്ട്രീയ പാർട്ടികളെ മനസ്സിലാക്കാൻ മെത്രാന്മാർ പരാജയപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിതൊക്കെ. ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുക, വഖഫ് പരിഷ്കരിക്കണമെന്ന്. അത് കോൺഗ്രസ് പറയുന്നൊരു കാര്യം നോക്കുക. നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും സ്വീകരിക്കണം, അവരോടുകൂടി ചോദിച്ച് അവരുടെ കൂടി ഒരു അംഗീകാരത്തോടുകൂടി പരിഷ്കരിക്കാം. നാളെ മറ്റന്നാളോ ഇവിടെ കത്തോലിക്ക സഭ 100 കണക്കിന് കോളേജും സ്കൂളുകളും നടത്തുന്നുണ്ട്. ആ സ്കൂൾ നടത്തുന്നതിനെക്കുറിച്ച് പരാതികളുണ്ട്. മൈനോറിറ്റി കമ്മീഷൻ്റെ പേരിലാണ് നടത്തുന്നത്, മൈനോറിറ്റി റൈറ്റിൻ്റെ പേരിലാണ്. അതൊക്കെ പുതിയ ബില്ല് കൊണ്ടുകിടന്ന് മാറ്റിമറിക്കാൻ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ, അതിനകത്ത് വേറെ ന്യൂനപക്ഷം സഹായിക്കാൻ കൊടുത്താൽ, മെത്രാന്മാരുടെ ഇതുപോലെ ഉപദേശിച്ചാൽ എന്തായിരിക്കും സുന്നിമാരുടെ മുള്ളമാരോ അല്ലെങ്കിൽ സ്വാമിമാരോ പറഞ്ഞാൽ എന്തായിരിക്കും ക്രൈസ്തവരുടെ വികാരം? ഇതെല്ലാം ഒന്ന് കാണാനും. നമ്മളൊക്കെ ജീവിക്കുന്ന കൂവമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ല. ചെറിയ ലോകത്തിലാകരുത്, വലിയ ലോകത്തിൽ ജീവിക്കാൻ ശ്രമിക്കണം, മനസ്സ് വലുതാക്കാൻ ശ്രമിക്കണം. അതല്ല സംഭവിച്ചത്. അങ്ങനൊരു പാർട്ടിക്ക് അനുകൂലമായ നിലപാട് മെത്രാന്മാർ സംഘം എടുത്തു എന്ന് തോന്നിപ്പോകുന്നു. അത് അങ്ങനെ വീഴുന്നു എന്ന പ്രതീതിയാണ് ജനിപ്പിച്ചത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് സകല മെത്രാന്മാരും അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യയിൽ ധാരാളം ഏരിയയിൽ, പല ഏരിയ ഉത്തരേന്ത്യയിലൊക്കെ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, വലിയ അക്രമങ്ങളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാത്തതാണോ സഭ? എല്ലാ മെത്രാന്മാരും പിന്താങ്ങുന്നുണ്ടോ? എല്ലാ കത്തോലിക്കരെയും പിന്താങ്ങുന്നുണ്ടോ? ഇതാണ് നമ്മൾ ചിന്തിക്കുക. കത്തോലിക്കരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് മെത്രാന്മാർ എടുത്തിട്ടുണ്ടോ? ഇതാരോടും ഒന്ന് കൺസൾട്ട് ചെയ്യാതെ ഒരു പ്രസ്താവന വഴി ഇതൊക്കെ മാറ്റിമറിക്കാമെന്നാണോ വിചാരിക്കുന്നത്? അതൊരു അവിവേകമായി പോയില്ലേ എന്നുള്ള ആശങ്കയാണ് എനിക്കുള്ളത്. ഇത് കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാതെയും മനസ്സിലാക്കാതെയോ ചെയ്യുന്ന പ്രസ്താവനകളായിട്ട് എനിക്ക് തോന്നിപ്പോകുന്നു. ഞാനതുകൊണ്ട് കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം അവർക്ക് തിരിച്ചറിവുണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇത് ആരോടെങ്കിലും വിരോധമോ ഇഷ്ടക്കേടോ ഉണ്ടായിട്ടില്ല. ഇതൊരു വർഗീയമായി മാറുന്നു എന്ന ആശങ്കയുള്ളതുകൊണ്ടാണ്, പേടിയുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു സമൂഹത്തെ ഒന്നടങ്കം വെറുക്കാൻ പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരുണ്ടാകാം. നാസികൾ ജയിച്ചത് അങ്ങനെയാണ്. അതാണ് ഫാദർ പോൾ പറയുന്നത് പോലെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് ഈ കത്തോലിക്ക സഭയിലെ മെത്രാന്മാരോട് നമുക്കും പറയാനുള്ളത്. ഫാദർ പോൾ പറഞ്ഞതുപോലെ
മുസ്ലിമീങ്ങൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കൊപ്പം തന്നെ അടുത്തത് നിങ്ങളാണെന്ന കാര്യത്തിൽ നിങ്ങൾ മറന്നു പോകരുത്. ഈ ബില്ല് പാസ്സായി പുറത്തിറങ്ങി കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ വളരെ ശക്തമായ ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്ത. ഈ വാർത്തയും ഈ സാഹചര്യവും ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ആക്രമണങ്ങൾ നടക്കുന്നത്, ക്രിസ്ത്യാനികൾക്കെതിരെയും മറ്റ് ദളിത് വിഭാഗങ്ങൾക്കെതിരെയും യാതൊരുവിധ മടിയും കൂടാതെ യാതൊരു നിയമവാഴ്ചയും ഇവിടെ വിലവെക്കാതെ ന്യൂനപക്ഷങ്ങൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാതെയാണ് കത്തോലിക്ക സഭയിലെ മെത്രാന്മാർ ഇവിടെ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുകയും സംഘപരിവാര ശക്തികളെ കൂടെ ചേർന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി കൂട്ടുനിൽക്കുകയും ചെയ്യുന്നത് എന്ന് അത്ഭുതപ്പെടുത്തുമ്പോൾ ഈ ഫാദർ പോൾ പറയുന്ന ഒരു വാക്കുണ്ട്. ഒരു വെടിക്കെട്ട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് അലസമായി നിന്ന് ബീഡി വലിക്കരുത്. ഇത് ഞാൻ മെത്രാന്മാരോടോ സമൂഹത്തിലെ ആളോ പറയേണ്ടതില്ല. നമ്മൾ അപകടകരമായ ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതാണ് വെടിക്കെട്ട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അലസമായി നിന്ന് ബീഡി വലിക്കരുതെന്നാണ് ഇത്തരം മെത്രാന്മാരോട് ഫാദർ പോളിന് പറയാനുള്ളത്. അതായത് ഈ വെടിക്കെട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ സംഘപരിവാര RSS ശക്തികളാണെന്നും ഈ ശക്തിക്ക് തീപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും അതിൽ വെന്തെരിയാനുള്ളവരാണെന്നും ഇതൊന്നും തിരിച്ചറിയാതെ ഈ വെടിക്കെട്ടിനരികെ നിന്ന് അലസമായി ബീഡി വലിക്കരുത് എന്ന് മെത്രാന്മാരോട് ഒരു വലിയ ഉപദേശം ഫാദർ പോൾ നടത്തുകയാണ്. നമുക്കറിയാം ഇവിടുത്തെ ഇന്ത്യയിലെ കാലാവസ്ഥയും മറ്റു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇന്ത്യയിൽ ഇപ്പോൾ RSS സംഘപരിവാര ശക്തികൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള ആക്രമണ പരമ്പരകൾ തിരിച്ചറിയാതെ ഇതൊന്നും മനസ്സിലാക്കാതെ താൽക്കാലികമായി മുനമ്പം വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ആശ്വാസമുണ്ടാകുമെന്ന് അവരുടെ കള്ളപ്രചരണം വിശ്വസിച്ചുകൊണ്ട് സംഘപരിവാര ശക്തികൾ കേരളത്തിൽ രാഷ്ട്രീയപരമായി അവർക്ക് ഇവിടെ വളരാൻ കഴിയില്ലെന്നും ഹിന്ദുക്കളെയെല്ലാം ഒരുമിപ്പിച്ച് കളയാമെന്ന അവരുടെ ചിന്ത ഹിന്ദുക്കൾ പോലും അവരെ വിലവെക്കാത്ത അവസ്ഥ വരികയും മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഇത്തരം സംഘപരിവാര പ്രവർത്തനങ്ങളെ തിരിച്ചറിയുന്ന ഇവിടുത്തെ സാധാരണക്കാരായ ഹിന്ദുക്കൾ പോലും അംഗീകരിക്കാത്ത ഈ പാർട്ടിയെ പിന്നെ BJP കണ്ട ഒരു ഐഡിയ ആയിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികളെ ഒരുമിപ്പിക്കാം എന്നുള്ളത്. എന്നാൽ ഉത്തരേന്ത്യയിലും UP യിലും അതുപോലെ തന്നെ എന്തിനധികം ഇക്കഴിഞ്ഞ മാസങ്ങൾ മണിപ്പൂരിലും വളരെ ശക്തമായ ആക്രമണം തങ്ങൾക്കെതിരെ നടത്തുന്നുണ്ട് ഈ സംഘപരിവാര ശക്തികളെന്ന് തിരിച്ചറിയാത്ത ഇവിടുത്തെ ഇത്തരത്തിലുള്ള മെത്രാന്മാർ താൽക്കാലിക ലാഭത്തിന് വേണ്ടി കേരളത്തിൽ സംഘപരിവാര ശക്തികളോടുകൂടെ യോജിച്ചു പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കവരോട് സഹതാപമല്ലാതെ ഒന്നുമില്ല. ഫാദർ പോൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി വേണം ഇത്തരം കൂട്ടുകെട്ടുകൾ നടത്തുമ്പോൾ വെടിക്കെട്ടിൻ്റെ അടുത്തു നിന്ന് അലസമായി നിന്ന് ബീഡി വലിക്കരുത്. തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.